ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്ലീവ് ബോർഡർ ഡിസൈൻ ആണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് പൈപ്പിംഗ് ത്രെഡ് ഇല്ലാണ്ട് ചെയ്യാവുന്ന എന്നാൽ പൈപ്പിംഗ് ഫിനിഷിങ് കിട്ടുന്ന ഒരു സ്ലീവ് ബോർഡർ ഡിസൈൻ ആണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് നമ്മൾ സ്ലീവിന്റെ പോർഷനിലേക്ക് വെച്ചു കൊടുക്കാനായിട്ട് നമ്മൾ 3 സ്ട്രിപ്പുകൾ എടുക്കുന്നുണ്ട് തുണിയുടെ ബോർഡർ പീസിന്റെ. അപ്പൊ അതിനായിട്ട് ആദ്യത്തെ വീതിയുള്ള പീസ് എന്ന് പറയുന്നത് നമ്മളൊരു 1.25 ഇഞ്ച് വീതിയിലുള്ള പീസാണ് നീളത്തിൽ എടുക്കുന്നത്. അടുത്ത 2 പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇഞ്ച് വീതി വരുന്ന ചെറിയ 2 പീസുകൾ. അതിനുശേഷം നമ്മൾ സ്ലീവിന്റെ ബോർഡറിലാണല്ലോ ഇത് വെച്ചു കൊടുക്കുന്നത്. അപ്പൊ അതിനകത്ത് സ്ലീവിന്റെ അറ്റത്തുനിന്ന് ഒരു 1/4 ഇഞ്ച് മാറ്റി നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിലേക്കാണ് നമ്മുടെ ഫസ്റ്റ് ബീഡിങ് വെക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മുടെ ചെറിയ വീതിയുള്ള ഒരു പീസ് എടുക്കുക, എന്നിട്ട് അതിനെ സെന്റർ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ വരച്ച മാർക്കിങ്ങിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോരുക കേട്ടോ, ഇത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ അതിനെ അറ്റത്തുനിന്ന്, അതായത് സ്ലീവിന്റെ അറ്റത്തുനിന്ന് 4 ഇഞ്ച് ആദ്യം ഒന്ന് മടക്കുക, എന്നിട്ട് വീണ്ടും ഒന്നുകൂടി മടക്കി ഈ ഒരു ഫസ്റ്റ് വെച്ച ബീഡിങ്ങിന്റെ അറ്റം വശം മാത്രം കാണുന്ന രീതിയിൽ ബാക്കി കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ബീഡിംഗ് ഒക്കെ വെച്ചിരിക്കുന്നത് തുണിയുടെ നല്ല വശത്താണ് കേട്ടോ. അപ്പം എന്നിട്ട് ഇതിങ്ങനെ കവർ ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുക. എന്നിട്ട് ഈ കവർ ചെയ്ത മടക്കിനെ നമ്മൾ ബാക്കിലേക്ക്, അതായത് തുണിയുടെ ചീത്ത വശത്തേക്ക് മടക്കി വെച്ചിട്ട് ഒന്ന് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ആ ഒരു ബീഡിങ് ഒരു ചെറിയ പൈപ്പിംഗ് ഫിനിഷിങ്ങോടുകൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീതിയുള്ള സ്ട്രിപ്പ് ഉണ്ടല്ലോ, ആ സ്ട്രിപ്പിനെ എടുത്തിട്ട് നമ്മൾ ഈ സ്ലീവിന്റെ അറ്റത്തുനിന്ന് ഒരു ഇഞ്ച് അകലത്തിലായിട്ട് വേറൊരു മാർക്കിങ് കൊടുത്തിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഈ വീതിയുള്ള പീസിനെ സെന്റർ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അതും ഈ ഒരു ലൈനിൽ കൂടി ആദ്യം വെച്ച് കൊടുക്കുക, അറ്റത്തുകൂടി. എന്നിട്ട് നമ്മൾ അതിനെ മറിച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ കൂടി ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പൊ അതൊരു ബീഡിങ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പം ആദ്യത്തേത് പൈപ്പിംഗ് പോലെ വന്നു, അതിനുശേഷം രണ്ടാമത്തത് ബീഡിങ് പോലെ വന്നു. മൂന്നാമത്തത് നമ്മൾ ചെറിയ സ്ട്രിപ്പാണ്, 1 ഇഞ്ചിന്റെ സ്ട്രിപ്പാണ് എടുക്കുന്നത്. അതും നമ്മൾ സെന്റർ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് വെച്ച് കൊടുക്കുന്നത് സെക്കൻഡ് നമ്മൾ വെച്ച് കൊടുത്ത ആ ലൈനിന്റെ ഒരു 1/4 ഇഞ്ച് അകലത്തിലായിട്ട് നമ്മൾ ഈ ഒരു പീസിനെ സെന്റർ ഫോൾഡ് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ എക്സ്ട്രാ തള്ളി കിടക്കുന്ന തയ്യൽ തുമ്പുണ്ടെങ്കിൽ അതങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. അപ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് മടക്കാൻ പറ്റും. നമ്മൾ ആ സ്ലീവോട് കൂടിയിട്ടാണ് മടക്കുന്നത്, അപ്പോഴാണ് നമുക്ക് ആ ഒരു ബീഡിങ് പോലെ കിട്ടുന്നത്. അപ്പൊ ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ തയ്യൽ തുമ്പ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ സ്ലീവിന്റെ പീസിനെ തന്നെ ഒന്ന് അതിന്റെ മുകളിലേക്ക് കയറ്റി വെച്ച് ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ലീവിന്റെ ലെങ്ത് എടുക്കുമ്പോൾ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട്. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ജാൻസ് ക്രിയേഷന്റെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജാൻസ് ക്രിയേഷന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ചെയ്യാം കേട്ടോ.